ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ യസ്തഖ്ഫൽ മുഅ്മിൻ, ഒരു വിഭാഗം ആളുകളുണ്ട്, ജനങ്ങളെല്ലാം ആഹ്ലാദത്തിലും ജനങ്ങളെല്ലാം ആനന്ദത്തിലും അവരാഘോഷത്തിന്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ അതിലൊന്നും പെടാതെ ഒളിച്ച് അവരുടെ ദീൻ പരിശുദ്ധമായ ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരാണ് അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ കാലത്ത് അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ 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 പ്രയാസകരമായ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടി യൂട്യൂബിൽ ഒരു പ്രസംഗം കേട്ടു മരണത്തെക്കുറിച്ച്. ആ മരണത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ആ പെൺകുട്ടിയുടെ ഹൃദയങ്ങളെ ഭേദിച്ചു. അവളുടെ കൽബിൽ തോന്നി, എനിക്കൊന്നും നന്നാകണം, നാളെ മുതൽ നിസ്കാരം തുടങ്ങണം, അന്യപുരുഷന്റെ മുമ്പിൽ എന്റെ ഔറത്ത് മറക്കണം എന്നൊരു പെണ്ണ് തീരുമാനിച്ചു. നാളെ മുതൽ അവൾ പർദ്ദയിട്ടാൽ കുടുംബത്തിൽ ആക്ഷേപം വരികയാണ്. അവൾ പർദ്ദക്കള്ളിയാണ്, അവൾ കണ്ണുമൂടിയ കള്ളിയാണ്. ഈ ആധുനിക നൂറ്റാണ്ടിലും 6ാം നൂറ്റാണ്ടിലേക്ക് തിരിഞ്ഞു നടക്കുന്ന സ്ത്രീയാണ്. എല്ലാ രൂപത്തിലും പരിശുദ്ധമായ ഇസ്ലാം കൈപിടിക്കുന്നവരെ, മുറുകെ പിടിക്കുന്നവരെ ആക്ഷേപിക്കപ്പെടുന്ന കാലഘട്ടമാണെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ കാലത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങളുടെ പരിശുദ്ധമായ ദീൻ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ദീനുള്ളവരാണെന്ന് കണ്ടാൽ അവർ മുഴുവനും നിങ്ങളെ പരിഹസിക്കുന്ന ഒരു കാലഘട്ടം വരും. അത് ലോകാന്ത്യത്തിന്റെ അടയാളമാണെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇന്ന് രാവിലെ വാട്സപ്പ് എടുത്തു നോക്കുമ്പോൾ കാണുന്ന വാർത്ത, കരുനാഗപ്പള്ളിയിൽ ഒരു സാധുവായ ചെറിയ പെൺകുട്ടി ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് അത് രാവിലെ ഞാൻ കണ്ടത്. പ്രഭാഷണത്തിന് വരാൻ വേണ്ടി റഫറൻസ് ചെയ്യുമ്പോൾ, കിതാബുകൾ ഇങ്ങനെ മറിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ വാട്സപ്പിൽ ടിക് എന്നൊരു ശബ്ദം വന്നു. പെട്ടെന്ന് ഞാൻ ആ വാട്സപ്പ് എടുത്ത് തുറന്നു നോക്കുമ്പോൾ, സുബ്ഹാന റബ്ബി, നമ്മുടെ പെങ്ങളുടെ പ്രായമുള്ള ഒരു കൊച്ചുമോള് 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അവള് ആറ്റിലേക്ക് ചാടി മരണപ്പെട്ടു എന്ന് കാണും. ഇന്നത്തെ യുഗമതാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടിലേക്ക് വീണതാണോ ചാടിയതാണോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അല്ലാഹു ആ കുഞ്ഞിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ മക്കൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആഫിയത്തോടു കൂടി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രിയമുള്ള സഹോദരിമാരെ, കഴിഞ്ഞ വലിയ പെരുന്നാളിന് ആലപ്പുഴ ചന്തിരൂര് 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി ഡോക്ടർ സെറ്റ് എന്ന കളിപ്പാട്ടം വാങ്ങി കൊടുക്കാത്തതിന് ഉമ്മയുടെ ഷാളെടുത്ത് ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചു. എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കാണുമ്പോൾ കേവലം ഒരു മരണമായി നമ്മൾ സങ്കല്പിക്കുകയല്ലേ? എന്നാൽ മരണമല്ല. ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മത്റു ഖൈലാ വൽ വലദു ഖൈലാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത്യനാളെടുക്കുമ്പോൾ ചെറിയ മക്കൾ അതീവ ദേഷ്യമുള്ളവരാണ്. അവരാഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാൻ പ്രേരിതമാകുന്ന മക്കളാണ്. അവർക്ക് അവരുടെ ക്രോധവും കോപവും അടക്കാൻ കഴിയില്ല. അതീവ ദേഷ്യക്കാരായ മക്കളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ചെറിയ മക്കൾ പോലും അതീവ ദേഷ്യമുള്ള മക്കൾ. ഒന്ന് പറഞ്ഞാൽ 2 പറയും. ഉപദേശിച്ചാൽ ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിച്ചാൽ അടുത്ത സെക്കൻഡിൽ കയറെടുക്കും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ ഈമാനുള്ള മക്കളാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചതല്ലാത്തൊന്നും ദുനിയാവിൽ നടക്കുന്നില്ലടോ. 1400 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്
ഒട്ടകമല്ലാത്തൊരു വാഹനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സമൂഹത്തോട് പുന്നാര ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനം പറയുമ്പോൾ അന്ന് സ്വഹാബത്തിന്റെയോ അല്ലാത്തവരുടെയോ ഒരു മക്കൾ പോലും ആത്മഹത്യ ചെയ്യാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത്. ആ കാലഘട്ടം നമ്മളിലേക്ക് സംജാതമായി മുഅ്മിനേ, അതീവ ദേഷ്യമുള്ള മക്കളെ കണ്ടാൽ, അതീവ ക്രോധമുള്ള മക്കളെ കണ്ടാൽ നിങ്ങൾ അന്ത്യനാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് നാവ് കൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് ഏതെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ട്? ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മാ ഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലം على حبيبك خير الخلق كلهم. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഅതി സമാനുൻ അലാ ഉമ്മതി, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്. എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നറിയുമോ? മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാകില്ല, പരസ്പരം സ്നേഹമുണ്ടാകില്ല, പരസ്പരം ബഹുമാനമുണ്ടാകില്ല. എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ പകയല്ലാത്തതൊന്നും കാണില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. എല്ലാവർക്കും പരസ്പരം പുറമേ നോക്കുമ്പോൾ നല്ല ചിരിയാണ്, എല്ലാരും നല്ല ചിരിയാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സുഖല്ലേ, നീട്ടിയൊക്കെ ചോദിക്കും. പക്ഷേ കടിച്ചു കീറാനുള്ള ദേഷ്യമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നുണ പറയുകയല്ല. ഞാൻ ഇങ്ങോട്ട് വാഹനത്തിൽ വരുമ്പോൾ എന്റെ മൊബൈലിലേക്ക് ഒരു സാധുവായ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ അയച്ചു. ആ വീഡിയോ ആണെന്നറിയുമോ? രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഊരിരുട്ടിന്റെ ആ അർദ്ധരാത്രിയിൽ പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് നടന്നു പോകുന്നു. ഈ വീഡിയോ അയച്ചത് ഞാൻ ചോദിച്ചു, ഇതെന്താണ്? CCTV വീഡിയോ ആണല്ലോ. അത് പറഞ്ഞു, ഉസ്താദേ, നമുക്ക് വളരെ അറിയുന്ന നമ്മുടെ അയൽവാസിയാണ്. രാത്രിയിൽ ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് ഒളിച്ച് പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്നിട്ട് 2 മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി ഖബർ തുറന്നിട്ട് അതിന്റെ അകത്ത് അടക്കുകയാണ്. എന്താ സംഭവിച്ചതറിയോ? ഇദ്ദേഹത്തിന്റെ നേരെ ജ്യേഷ്ഠൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. കടുത്ത സിഹ്ർ ചെയ്യാണ്. ഒരു നാണവും ഒരു പേടിയും അള്ളാഹുവിനെ ഭയം എന്ന് പറയുന്ന തെല്ലുമില്ലാത്ത മനുഷ്യൻ. സിഹ്ർ ഇതൊക്കെ സംഭവിക്കൂ? എന്റെ മൊബൈലിൽ ഇപ്പം നിങ്ങൾ ഒരാളെന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരും. രണ്ട് ജനാസയുടെ 2 മനുഷ്യന്റെ രൂപം പള്ളിയിലെ ഖബർസ്ഥാനിൽ നിന്ന് തോണ്ടിയെടുക്കും. അത് കുഴിച്ചിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. അനിയൻ ചെറിയൊരു സംശയം തോന്നി. അടുത്ത വീട്ടിലെ ഖബർസ്ഥാനിന്റെ ആ ഭാഗത്തേക്കുള്ള CCTV പരിശോധിച്ചപ്പോൾ അയൽവാസി ഭാര്യയുടെ പർദ്ദയും ധരിച്ചുകൊണ്ട് കൂരിരുട്ടിന്റെ ആ നിശയിൽ പള്ളിയിലെ ഖബർസ്ഥാനിൽ ചെന്ന് ഖബർ തോണ്ടിയിട്ട് ഒരു ഖബറിന്റെ അകത്ത് മനുഷ്യക്കുട്ടിയുടെ രൂപമുണ്ടാക്കി കുഴിച്ചു മൂടിയിരിക്കുകയാണ്. അത് എടുക്കുന്ന രംഗം വരെ എന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എവിടെ എത്തി നമ്മുടെ മനുഷ്യൻ? വെള്ളം കിട്ടി മരിക്കില്ല കേട്ടോ. ആലോചിക്കണം. മറ്റുള്ളവൻ 500 രൂപ മുടക്കി ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ട് എന്തെങ്കിലും ഒരു ക്രയവിക്രയം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഒരു കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും വേദനകളും ചെറുതൊന്നുമല്ലേ. ലിസി മുതൽ, കാർമൽ മുതൽ, ആസ്റ്റർ മെഡിസിറ്റി മുതൽ നടന്ന് കടം മേടിച്ച് പണയം വെച്ച് തെണ്ടി പൈസ എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലുകളിൽ മുഴുവൻ ചികിത്സിക്കുന്നു. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. അനേകം ഗുളിക കൊടുക്കുന്നു. ഗുളികയുടെ സൈഡ് എഫക്ട് ഷുഗർ വരുന്നു. ഷുഗർ വന്ന് ശരീരം ക്ഷീണിക്കുന്നു. കുറെ കാലം കഴിയുമ്പോൾ അയാൾ മരണപ്പെട്ടു പോകും. എന്ത് ദ്രോഹവാൻ! ഒക്കണേ സിഹ്ർ ചെയ്തവരെ, ചെയ്യാൻ കൂട്ടുനിൽക്കുന്നവരെ, അതിനു വേണ്ടി പണിയെടുക്കുന്നവരെ, അന്ത്യം ശ്വാസം വലിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറങ്ങില്ല കേട്ടോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം ദേഷ്യം ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കും.
എന്തിനാണ് ഈ ദ്രോഹം മനുഷ്യരോട് ചെയ്യുന്നത്? അതാണ് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്, മനുഷ്യർക്കിടയിൽ നിന്ന് റഹ്മത്ത്, നീതി എടുത്തു കളയുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ ശുദ്രത ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു മനുഷ്യനെ ആപത്തിപ്പെടുത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് കൂടൂത്രം ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ കൽബിൽ അതിന് മനസ്സ് വരുന്നത്? ചിന്തിക്കണേ. സിഹ്ർ ചെയ്യുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു ഈമാൻ ഊരിയിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഈ പണി കൂടുതലും ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്, ശരിയല്ലേ? ഈ പണി കൂടുതലും ചെയ്യുന്നവരാ പെണ്ണുങ്ങളാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലുമുള്ള അന്ധമായ വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിത ഫലം മരണപ്പെടുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് അവസാനം നമ്മുടെ ആഖിബത്ത് തീരുകയുള്ളൂ. നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, യഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരാനുണ്ട്, ഹമ്മുഹും ബുതൂൻ, അന്നത്തെ മനുഷ്യരുടെ സ്വഭാവത്തിൽ പരമപ്രധാനമായ സ്വഭാവം ഹമ്മുഹും ബുതൂൻ, വയറ് നിറക്കുക എന്നുള്ളതാണ്. തിന്നുക 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 എന്നുള്ളതാണ് ശബദം. രാവിലെ യൂട്യൂബ് എടുത്ത് നോക്കും, കരുനാപ്പള്ളിയിൽ പുതിയ ഹോട്ടൽ തുടങ്ങി. അവിടെ അൽഫാമുണ്ട്, തന്തൂരിയുണ്ട്, പുതിയ കുറെ വെറൈറ്റി ഭക്ഷണമുണ്ട്. പെണ്ണുമുള്ളതിനെ കയറ്റുക, മക്കളെ കയറ്റുക, പുറകെ ഇരുത്തുക, നേരെ പോവുക. എവിടൊക്കെ തിന്നാൻ കിട്ടുമോ അതിങ്ങനെ കാണുക, ഫോട്ടോ എടുക്കുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക. ആ മനുഷ്യരുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് തിന്നുക എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ മറ്റൊരു വ്യാഖ്യാനം നമുക്ക് കാണാം. ഹമ്മുഹും ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഹറാമും ഹലാലും നോക്കാതെ ഭക്ഷിക്കുന്ന ആളുകൾ. എന്ത് കിട്ടിയാലും ഇഞ്ഞു പോരട്ടെ, എന്ത് കിട്ടിയാലും ഇഞ്ഞു പോരട്ടെ. ഒരു ഹറാമിനെയും പേടിയില്ല, ഒരു ഹലാലിനെയും പേടിയില്ല. കിട്ടുന്നത് എന്തും തിന്നുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ സമസ്യയിൽ, മഹാഭാരതം നോക്കിയാൽ മാർക്കണ്ഡേയ സമസ്യയിൽ ഒരു വജസ് കാണാം. അതിന്റെ ആശയം ഇങ്ങനെയാണ്: ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ ഗർഭാശയത്തിൽ കടന്ന് കള്ളന്മാരും തെമ്മാടികളും പോക്കിരികളുമാകുന്ന ഒരു കാലഘട്ടം. അതാണ് കലിയുഗം. ദ്വാപരയുഗം, കലിയുഗം എന്ന് പറഞ്ഞ രണ്ട് യുഗം. കലിയുഗം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യനാൾ. കേവലം ഖുർആനിൽ മാത്രമല്ല, വിശുദ്ധമായ ഹദീസിൽ മാത്രമല്ല, മഹാഭാരതത്തിലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ യുഗമാണ് കലിയുഗം. ആ കലിയുഗത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ്. അവർ പ്രസവിക്കുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ തന്നെ കള്ളന്മാരും തെമ്മാടികളുമാണ്. പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ല. എന്താണ് ഇതിന്റെ ആശയം? പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞില്ലേ, ഗർഭകാലത്ത് നല്ലത് ചിന്തിക്കണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ല താല്പര്യങ്ങൾ പ്രകടിപ്പിക്കണം, എങ്കിൽ കുട്ടി സ്വാലിഹാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ഈ പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഈ പറഞ്ഞതിന്റെ ആശയം, ഗർഭാശയത്തിൽ കിടക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് ഹറാമു ചെല്ലും. ഭക്ഷണം കഴിക്കുന്ന കുട്ടി കഴിക്കുന്നതൊക്കെ ഹറാമാകും. ഹറാമിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിന് നന്നാകാൻ സാധിക്കുമോ ഉമ്മാ? നീ ഗർഭിണിയായ കാലഘട്ടത്തിൽ നീ ആളുകളോട് പറയുന്ന ഗീബത്ത് കേട്ട് ഗർഭാശയത്തിൽ കടന്ന കുഞ്ഞിന് സ്വാലിഹായ ഒരു കുഞ്ഞാകാൻ കഴിയുമോ ഉമ്മാ? നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മളെയൊക്കെ ഉമ്മമാര് ഗർഭം ചുമന്ന സമയത്ത് ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്നേ മുസ്ഫിഉം മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാഹ്. ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ബാല്യം, നമ്മുടെ ഗർഭിണി. നമ്മുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ കേൾക്കുന്നത് തന്നെ, ഗർഭാശയത്തിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ഔലിയാക്കന്മാരുടെ, മഹത്തുക്കളുടെ, സ്വാലിഹീങ്ങളുടെ ചരിതം. അധിക മനോഹര നൂറുള്ള അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗതിദരാണ് ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. പക്ഷെ അതൊക്കെ മാറി, അതെല്ലാം മാറി.
കുഞ്ഞുങ്ങൾ ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും കേൾക്കുന്നത് പോലും അശ്ലീലപരമായ വാക്കുകളായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിപ്പോയി. ഗർഭിണിയായ ഒരു പെണ്ണ് ടിവിയുടെ മുമ്പിൽ നിന്നൊരു ഒരു ദൃശ്യം കാണുന്നു. ആ ദൃശ്യത്തിൽ പറയുന്ന പരാമർശം അത് അശ്ലീലമാണെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി പോലും അത് ഒപ്പിയെടുക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മഹാഭാരതം പോലും ഗീത പോലും അത്തരത്തിലൊരു ആശയം പറയുന്നത്. ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തെമ്മാടികളും കള്ളന്മാരുമായിരിക്കും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹമ്മുഹും ബുതൂൻ, അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുക, തിന്നുക, ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ തിന്നുന്നവരാണ്. വഖിബിലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണ് 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 എന്നുള്ള ചിന്തയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ലോഭ ക്രോധ പരാമൂഢാഹ കാമസക്താജാമാനവാഹ. മഹാഭാരതം വായിച്ച കാണാം. മനുഷ്യരുടെ ചിന്ത കലിയുഗത്തിൽ മനുഷ്യരുടെ നിന്ദ. ലോഭക്രോധ പരാമൂഢാഹ കാമാസക്ത മാനവാഹ. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കാമമാണ്, വികാരമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നേതാവ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വഹാബാ ഖിബലതുഹും നിസാ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണാണ്, പെണ്ണാണ്, കാമമാണ്, വികാരമാണ്. അവരുടെ ഹൃത്തടത്തിലുള്ളതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രാത്രി 12 മണിക്ക് ശേഷം ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഫോണിൽ ആണുങ്ങളുടെ കാര്യം പറയണം. ഫോണിൽ വിളിച്ച് സുന്ദരിയെ, മുത്തേ, മണിയെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കടന്നു വരുമ്പം, ഭാര്യ വരുന്നുണ്ട്, നീ കട്ട് ചെയ്യണ്ട, ഫോൺ അവിടെ വെക്കും. അപ്പൊ ഭാര്യക്ക് മുഖത്ത് എന്തെങ്കിലും ഒരു കളലക്ഷണം കാണുമ്പോൾ അവളെ സോപ്പിടാൻ വേണ്ടി, നിന്നെ കല്യാണം കഴിച്ചതാണ് എന്റെ ഭാഗ്യം, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കാമുകി അപ്പുറത്ത് നിന്നോട് കേട്ട് അപ്പുറത്തെ സൈഡിൽ കേൾക്കുക. ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ഫോൺ എടുത്ത് ഉപയോഗിക്കുമ്പോ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ബന്ധം ഇനി വേണ്ട, നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ്, ശരിയാണ്. പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവളെ കൊഞ്ചിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആരാ? ഏതോ മൂട്ടിൽ കിടന്നവൾ. പാതിരാത്രിയുടെ യാമത്തിൽ സ്വന്തം ഭാര്യയുടെ സ്നേഹമല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം താരാട്ടുപാട്ട് കേട്ടി ഉറങ്ങുന്നവരെ, ഈ എണീറ്റ് നിൽക്കാനുള്ള ശേഷിയെന്ന് നഷ്ടപ്പെട്ട് കിടക്കപ്പായിൽ കിടന്നു മുള്ളുന്നൊരവസ്ഥ വന്നാൽ, അവിടെ കാഷ്ടിക്കുന്ന അവസ്ഥ വന്നാൽ, ഒരൊറ്റൊരുത്തിയും നിന്റെ ആ ബെഡ് തൂക്കാൻ, നിന്റെ കാഷ്ടം തൂക്കാൻ, നിന്റെ മൂത്രം തൂക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല. ഈ സാധുവായ ഭാര്യയും മക്കളും അല്ലാതെ നിനക്ക് കൂട്ടായിട്ടാരും ഉണ്ടാകില്ല. ഈ ഒരു റിയാലിറ്റി നമ്മളൊക്കെ മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൽബിലൊന്ന് ചേർത്ത് വെക്കണം. ആരാണ് നമുക്കുണ്ടാകുക? ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന വൈകാരികതയുടെ പേരിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ, ഭാര്യയെ, പ്രിയപ്പെട്ട മക്കളെയൊക്കെ വഞ്ചിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഖലോലുപതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു നൈമിഷികമായ സുഖമാണ്. അവസാനം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാൽക്കൽ വരും. ഇതുപോലെ തന്നെയാ സ്വന്തം ഭർത്താവ്, ഗൾഫിലുള്ള പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച്, നാട്ടിലുള്ള ഭർത്താവിനെ വഞ്ചിച്ച്, അവൻ പൊറോട്ട അടിക്കാൻ പോകുന്നവനാണെങ്കിൽ കല്ലിന്റെ ചൂട് കൊണ്ട് കൈ കരിപിടിച്ച് വരുമ്പോൾ, സുബ്ഹാന റബ്ബി, ഭർത്താവ് റൊമാൻസ് ഇല്ലാത്തതിന്റെ പേരിൽ, ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പെങ്ങളെ, അവൻ അറിയാതെ നീ ചാറ്റുന്നുണ്ടോ? അവൻ കാണാതെ നീ മെസ്സേജ് അയക്കുന്നുണ്ടോ? അവൻ കാണില്ല, അവനെ നിനക്ക് മണ്ടനാക്കാം. പക്ഷേ ഇതെല്ലാം കാണുന്ന ഖാലിഖായ റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേണേ പെങ്ങളെ. റബ്ബിതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരാൻ, ആത്മാർത്ഥത്തിൽ ആമീൻ പറയാൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ചിന്താശേഷി നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അങ്ങനെ എത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അങ്ങനെ എത്ര അടയാളങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുവചസ്സിൽ നിന്ന് വന്നു.
അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ, അത് അന്ത്യനാളിന്റെ തുടക്കമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ അലയൊലിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മാറണം, നമ്മൾ ചിന്തിക്കണം, നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറാകണം. നന്നായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ആളുകൾ പലതും പറയും. ആളുകൾ പറഞ്ഞു തരുന്നത് എന്താ? പുതിയ കാലത്ത് ഇതൊക്കെ എന്തിനാ ഉസ്താദെ ഇതൊക്കെ പറയുന്നത്? മനുഷ്യർ അവർ സന്തോഷിച്ചോട്ടെ, മനുഷ്യർ ആഘോഷിച്ചോട്ടെ, അവരുടെ ഇഷ്ടമല്ലേ. മനുഷ്യർ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഉസ്താദെ ഒന്ന് പെണ്ണുമുള്ള ഡാൻസ് ചെയ്താൽ എന്താ കുഴപ്പം? ഇത് ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദസ്തഹല്ലതു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഖംസൻ 5 കാര്യങ്ങളെ എന്റെ ഉമ്മത്ത് ഹലാലാക്കിയാൽ, ഫഅലൈഹി ദിമാ, അവർക്ക് സർവനാശമാണെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഹബീബായ മുഹമ്മദ് മുസ്തഫ 5 കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് ഹലാലാക്കും. അതിലൊന്നാമത്തെ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വഖ്തഫർരിജാലു ബിർരിജാൽ, ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നോക്കണേ മുഅ്മിനേ, ലോകത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാണുന്നില്ലേ ലെസ്ബിയൻ വിവാഹം? നിങ്ങൾ കാണുന്നില്ലേ? പെൺകുട്ടികളും ചെന്ന് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം. കോടതിയിൽ നിന്ന് അനുമതി മേടിക്കുന്നു. സ്വർഗ വിവാഹം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിരിക്കുകയാണ്. വിവാഹം കഴിക്കുന്നു, ഒന്നിച്ച് ജീവിക്കുന്നു. എത്ര പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാ. മദ്രസയിൽ 10ാം ക്ലാസ് പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തതാ. പക്ഷേ നിരീശ്വരവാദം, യുക്തിവാദം ഹൃദയത്തിലേക്ക് കടന്നുപോയി. ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും അത് കിട്ടിയപ്പോൾ അത് നിത്യമാകണമെന്ന് അവരാഗ്രഹിച്ചു പോയി. പേടിക്കണം, നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇദസ്തഹല്ലതു ഉമ്മത്തി ഖംസൻ ഫഅലൈഹി ദിമാ വഖ്തഫർരിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ, പെണ്ണ് പെണ്ണിനെയും ആണിനെയും വിവാഹം കഴിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ, ഉമ്മത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, എന്റെ ഉമ്മത്ത് 5 കാര്യങ്ങളെ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. വത്തഖിദുൽ ഖിയാൻ, നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും. ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ 50ഉം 60ഉം വയസ്സുള്ള ഉമ്മമാര്, സുബ്ഹാന റബ്ബി, നമുക്ക് കണ്ടിട്ട് ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ ചെറുപ്പക്കാരികളെക്കാൾ കൂടുതൽ പ്രായം ചെന്ന 40ഉം 50ഉം വയസ്സുള്ള 4ഉം 5ഉം മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളുന്ന തുള്ളല് കാണുമ്പോൾ ഉമ്മാ ചിന്തിക്കണേ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഈ കളിയെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ ചിന്തിക്കണേ. അന്ന് ലൈക്ക് തന്നവരും ഷെയർ തന്നവരും ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയവരാരും നിന്റെ ഒപ്പം ഉണ്ടാകില്ല ഉമ്മാ. അല്ലാഹു തആല ഒരാൾക്ക് നാശം അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹു തആല നാശം ഉദ്ദേശിച്ചാൽ അല്ലാഹു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ അല്ലാഹു ഊരിക്കളയും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ലജ്ജ പോയ പിന്നെ എന്ത് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലജ്ജ പോയ പിന്നെ എന്ത് കാര്യം? ഫഇല്ലം തസ്തഹി ഫസ്ന മാ ശിഅത, നാണമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി. നാണം എന്ന് പറഞ്ഞേ അൽ ഹയാഉ നിസ്ഫുൽ ഈമാൻ, ലജ്ജ എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുണ്ടുടുത്തിട്ടുണ്ട്, അവിടുത്തെ മേനി മറച്ചിട്ടില്ല. ആ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇരുത്തത്തിൽ തന്നെ അവിടെ ഇരുന്നു.
രണ്ടാമത് കടന്നു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോഴും ആ ഇരുത്തം അവിടെ അങ്ങനെ ഇരുന്നു. മേൽ ഉടുപ്പ് ധരിച്ചിട്ടില്ല, ഷർട്ട് ധരിച്ചിട്ടില്ല. മൂന്നാമത് കടന്നു വരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉടനെ അവിടുത്തെ മേൽത്തട്ടമെടുത്ത് ശരീരം അങ്ങ് മറച്ചു. എന്തേ കാരണം? ആദ്യം വന്നത് ഒന്ന് ഭാര്യയുടെ വാപ്പയും രണ്ടാമത്തത് മരുമോനുമാണ്. മൂന്നാമത് വന്നത് ഔട്ട് സൈഡിൽ നിന്നുള്ള ആളാണ്. നാണം, മാനം, ലജ്ജ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ കണ്ടില്ലേ, മീൻ വാങ്ങാൻ വേണ്ടി മുറ്റത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് മീൻകാരനോട് ഒരു മത്തിയും കൂടെ തന്നൂടെ ഇങ്ങനെ താളത്തിൽ പറയും, ഒരു മത്തിയും കൂടെ തന്നൂടെ പിന്നെന്താ സുഹറ, തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? നാണമില്ലാത്ത പരിപാടിയാണ്. നിൽക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതൊക്കെ നല്ല രൂപത്തിൽ കിട്ടണം കേട്ടോ. നാളെ എനിക്ക് ട്രോൾ കിട്ടേണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരും. അള്ളാഹു ആഖിബത്ത് ഖൈറായ ജീവിതവും ആഖിബത്ത് നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നാണമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ അയലത്തുണ്ട് ഒരു പെണ്ണ്. 2-3 പ്രാവശ്യമൊക്കെ അവരൊക്കെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പണി നല്ലതല്ല, നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലുതായി, ഒരാൾ മുത്തഅല്ലിമാണ്, ഈ പണി നിർത്തണം. ഞാനത് പറഞ്ഞുകൊണ്ട് ഇപ്പം ഡെയിലി 3 എണ്ണം വെച്ചാണ് അവിടെ ചെയ്യുന്നത്. പണ്ടൊരാൾ കള്ളുകൂടി നിർത്തി ഷാപ്പിലാണ് കിടക്കുന്നത് പറയത്തില്ലേ, ഒരാൾ ഉപദേശിച്ചു കൊടുത്തു കള്ളുകൂടിയൊക്കെ നിർത്താൻ പറഞ്ഞു. ഇപ്പം അയാൾ കള്ളു കുടിക്കുന്നില്ല, പക്ഷേ ഷാപ്പിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ 2 റീൽസും രാവിലെ അവല് സുബൈക്ക്. അന്നെങ്കിൽ പണ്ടാറി ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുമില്ല. രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല, ഇന്നിപ്പോൾ ഞാൻ കഴിയുന്നു മാളികയിൽ, മുഞ്ചും തേടിയാലയാൻ സമയമില്ല, ഇനി പോയ കാലം വരികയില്ല. ഇത് പാടുമ്പോഴും സക്രാത്തിന്റെ വലി ഇങ്ങനെ വലിക്കുന്നുണ്ട്. കാരണം പ്രായമുണ്ട്. അള്ളാഹു നമുക്ക് ആഖിബത്ത് നന്നായുള്ള മരണം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നാണം കെട്ട പണിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ. നമ്മുടെ ഈമാൻ, നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. അള്ളാഹു ഖൈറായ ജീവിതവും ഖൈറായ മരണവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അന്ത്യനാളിന്റെ അലയൊലികളാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ദർശിക്കുന്നത്. ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകമിതാ തകരാൻ പോകുന്നു, പ്രപഞ്ചമിതാ നശിക്കാൻ പോകുന്നു, ഉമ്മത്ത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകമെങ്ങാണം അവസാനിക്കാൻ വേണ്ടി റബ്ബ് അതിന്റെ അല്ലാഹു അതിന്റെ തുടക്കമാക്കിയാൽ എന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. റഹ്മാനായ റബ്ബിനോട് റബ്ബേ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് റഹ്മാനായ റബ്ബിനോട് കേണ് പറഞ്ഞിട്ടും കാര്യമില്ല. ഖിയാമത്ത് നാളിന്റെ ആദ്യത്തെ ദിവസമങ്ങായാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നമാ ബകാഉകും ഫീമാ സലഫ ഖബലകും മിനൽ ഉമ്മഘട്ടം വെച്ച് നോക്കുമ്പോൾ എന്റെ ഈ സമുദായം ശേഷിക്കുന്ന സമയം അത് അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത്രയും സമയമുള്ളൂ, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ഒരു അസറിന്റെയും ഒരു മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അത്രക്കുള്ള സമയമേ ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അത് പൂർത്തീകരിച്ചില്ല. നമ്മൾ വിചാരിക്കും, നമ്മുടെ ചുറ്റുവട്ടമുള്ളവർ പറയും, ഒന്ന് അടിച്ചു പൊളിച്ചൂടെ, ഒന്ന് സന്തോഷിച്ചൂടെ, ഒന്ന് ആനന്ദിച്ചൂടെ, ഒന്ന് ആഹ്ലാദിച്ചൂടെ. എല്ലാം അല്ലാഹു അനുവദിച്ചിട്ടുണ്ട്. സന്തോഷം അനുവദിച്ചിട്ടുണ്ട്, ചിരി അനുവദിച്ചിട്ടുണ്ട്, ആഹ്ലാദം അനുവദിച്ചിട്ടുണ്ട്, എന്റർടൈൻമെന്റുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ധാർമ്മികമാകണം. തോന്നിവാസങ്ങൾ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും അല്ലാഹു അനുവദിച്ചിട്ടില്ല. ആരെങ്കിലും ആ വഴിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്ന ഒരു സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ മുൽക്ക്, അതൊന്ന് ഓതി നോക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, മരണവും ജീവിതവും. ഖുർആൻ തെറ്റിപ്പോയി. കാരണം
ജീവിതത്തിന് ശേഷമല്ലേ മരണം. എന്താ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. മരണവും ജീവിതമല്ല, ജീവിതവും മരണവുമല്ലേ. ഖുർആൻ കറപ്ഷൻ സംഭവിച്ചോ? അല്ല. മരണവും അനന്തര ജീവിതവും, മരണവും അനന്തര ജീവിതവും ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി അല്ലാഹു നൽകിയതാണ്. എന്തിനു വേണ്ടി? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത്, നിങ്ങളിൽ ആരാണ് സൽക്രമം ചെയ്യുന്നതെന്ന് അല്ലാഹു തആല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും അനന്തരമായ ജീവിതം അല്ലാഹു തആല നിങ്ങൾക്ക് സംവിധാനിച്ചതെന്ന് പരിശുദ്ധമായ ഖുർആൻ. മനസ്സിലായോ? അപ്പം മരണമുണ്ട്, അനന്തര ഒരു ജീവിതമുണ്ട്, അവിടെ മഹ്ശറയുണ്ട്, അവിടെ ഹിസാബുണ്ട്, എല്ലാം ഉണ്ട്.